സ്വപ്നങ്ങളും അതിൻ്റെ സമവാക്യവും. എല്ലാവരും കംഫർട്ടല്ലേ? ഞാൻ കംഫർട്ടല്ല, അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിലെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അധിക പേരും എന്നോട് പറഞ്ഞ മറുപടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അംഗീകരിക്കുന്നതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു സമവാക്യം കൂടി അല്ലെങ്കിൽ ഒരു കണക്കൂട്ടലും കൂടി നമ്മൾക്ക് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ എത്ര പേര് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്? വളരെ സന്തോഷം. എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ റൂമിലുണ്ട്. ഒരു IT പ്രൊഫഷണലിൽ ജോലി തുടങ്ങിയ ഞാൻ 2006 ജീവിതത്തിൽ വലിയൊരു മാറ്റം കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. ആ കാര്യം എന്താണ് എന്ന് പറയുന്നതിന് മുന്നായി എന്നെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാഫി തയ്യൽ. ഞാൻ ചെറുവത്തൂർ എന്ന ഗ്രാമത്തിൽ തിടിൽ എന്ന കുടുംബത്തിൽ 5-മനായി ജനിച്ചു. 2002 ദുബായിലേക്ക് വന്നു. IT മേഖലയിൽ പല കമ്പനിയിലായി ജോലി ചെയ്തു. ഒരു ഭാര്യ, മുപ്പർ പറഞ്ഞ പോലെ ഒരു ഭാര്യയും 2 മക്കളും. 2006 മാരത്തോണിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ദുബായിൽ നടന്നൊരു വലിയൊരു മാരത്തോൺ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ദുബായ് മാരത്തോണിൽ ചിലപ്പോൾ മാരത്തോൺ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 42 കിലോമീറ്റർ ആൻഡ് പ്ലസ് 200 മീറ്റർ ഓടുക എന്നുള്ളതാണ് മാരത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ സാധാരണക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഈവൻ്റാണ് ഫൺ റൺ എന്നുള്ളത്. അതിനകത്ത് 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിപ്പെൻഡ് ഓൺ ആ രീതിയിൽ അവർ നടത്തും. ഒരു 3 കിലോമീറ്റർ റണ്ണിൽ കമ്പനീൻ്റെ നിർദ്ദേശപ്രകാരം എനിക്കും എൻ്റെ കൊളീഗ്സിനും പോകേണ്ടി വന്നു. അവിടെ പോയ സമയത്താണ് ആ 30,000-ഓളം ആൾക്കാർ രാവിലെ 3 മണിക്ക് അവിടെ എത്തിയിരിക്കുന്നു. കരഘോഷങ്ങളോടെ ആൾക്കാർ വെൽക്കം ചെയ്യുന്നു. അവിടെ കണ്ട മാസ്മരികത അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവർ കാണുന്ന സഹകരണം, നമ്മൾ ആ മാരത്തോൺ 42 കിലോമീറ്റർ തീർത്തതിന് ശേഷമുള്ള ആവേശവും അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം സൃഷ്ടിച്ചു. അപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 3 കിലോമീറ്റർ ഞാൻ അന്ന് ഓടി തീർത്തു. പക്ഷേ ആൾക്കാരൊക്കെ 42 കിലോമീറ്ററും പ്ലസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കി. പിന്നെ അത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി മാരത്തോൺ എന്നുള്ളത്. അങ്ങനെ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്ത് എങ്ങനെ നമ്മൾക്ക് കണക്കൂട്ടലിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം, പുതിയൊരു വഴി കണ്ടെത്താം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഒരു ദിവസം ഒരു മാരത്തോൺ ഓടുന്ന സമയത്ത് 3000-ഓളം കലോറി നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ആവുകയും നമ്മുടെ ഒരു ശരീരം ഒരു ദിവസം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ ആവറേജ് മനുഷ്യന് 2200 കലോറിയും വേണ്ട സ്ഥിതിക്ക് 5000, നേരത്തെ കണക്കൂട്ടുകളൊക്കെ അവിടെ വരികയാണ്, 5200 കലോറി നമ്മൾക്ക് വേണ്ട സ്ഥിതിക്ക് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെ ഒരു മാസത്തേക്ക് കൊണ്ടുപോകാം എന്നൊരു ചെറിയ റിസർച്ച് നടത്താൻ എനിക്ക് സാധിച്ചു. അത് കാരണം കൊണ്ട് തന്നെ ലോകത്തിലെ വളരെ എണ്ണപ്പെട്ട 30 ദിവസം 30 മാരത്തോൺ ചെയ്യുക എന്നുള്ള വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് സാധിച്ചു. അതൊരു ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷത്തോടെ ഞാനിവിടെ ഓർക്കുന്നു. യാത്ര തുടർന്നു. കേരള റൈഡേഴ്സ് പോലുള്ള ട്രയാത്ലോൺ ക്ലബ്ബ്, ട്രയാത്ലോണിനെ കുറിച്ചിട്ടും ഒന്ന് ജസ്റ്റ് 2 വേർഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. റണ്ണിങ് പ്ലസ് സ്വിമ്മിങ് പ്ലസ് സൈക്ലിംഗ് എന്നുള്ള 3 കമ്പൈൻ ചെയ്തതാണ് ട്രയാത്ലോൺ. അതിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കി, സ്വിമ്മിങ് പഠിക്കാൻ തുടങ്ങി, സൈക്ലിംഗ് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോയി. അങ്ങനെ ലോകത്തിൽ നടന്ന പല ട്രയാത്ലോൺ ഈവൻറ്റുകളും മാരത്തോണുകളും ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. നമ്മുടെ കണക്കൂട്ടലുകളിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടാമെന്നുള്ള ഒരു പാഠം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആർജിച്ചെടുത്തത് കൊണ്ടും IT മേഖലയിൽ വർഷങ്ങൾ വർക്ക് ചെയ്ത തുടങ്ങിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുക എന്നുള്ളത്. നേടിയെടുത്ത ഊർജ്ജം അതെൻ്റെ ബിസിനസ്സിലേക്കും എനിക്കത് മെല്ലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിലും തുടക്കത്തിൽ
ഈ കണ്ട മാസ്മരികതൊന്നും ബിസിനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ ചാലഞ്ച് നിറഞ്ഞ അല്ലെങ്കിൽ വളരെ ചാലഞ്ച് നിറഞ്ഞ സമയങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ദുബായിലുള്ള പല കോർപ്പറേറ്റ്സുകൾക്കും IT സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനിയായി വളർന്നതിലും സന്തോഷം. ജീവിതത്തിലെ കായിക ഇനങ്ങളിലും ബിസിനസ്സിലും നേടിയ അറിവോടൊപ്പം നമ്മുടെ ഹെൽത്ത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരാശരി മനുഷ്യന് വേണ്ട 2200 കലോറി എപ്പോഴും ഒരു ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റ് ലോസ്. ആൾക്കാർക്ക് എങ്ങനെ ഇതിന് വെയിറ്റ് കുറക്കാം, വളരെ എപ്പോഴും ഒരു എന്താ പറയുക ഹൈലൈറ്റ് പോയിന്റ് അല്ല ഹൈലൈറ്റ് ടോപ്പിക്കായി എപ്പോഴും നിലനിൽക്കുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു രീതിയിലുള്ള കലക്കുലേഷൻ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു കണക്കൂട്ടലുകൾ ഒരു സമവാക്യം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന ഫുഡ് ഇൻടേക്ക് കലോറി മൈനസ് ദ ബേണിംഗ് കലോറി, അതിലെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായി നമ്മളെ എത്രത്തോളം കാലത്തോളം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ അത്രയും കാലം നമ്മളെ കൂടെയുള്ള ഒരേ ഒരു സംഭവമാണ് നമ്മുടെ ശരീരം. നേരത്തെ പറഞ്ഞ പോലത്തെ ആ മാസ്മരികത എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ സ്പേസിന് പകരം എനിക്ക് ഇത്രയോ സ്പേസ് വേണ്ടിയിരുന്നു. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നായി ജീവിതം ഒരു മാരത്തോൺ പോലെയാണ്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നടക്കേണ്ടി വരും, ഓടേണ്ടി വരും. ഈ AI കാലത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ടോസ് മാസ്റ്റർ വേദിയിൽ വന്ന് ഈ മഹാവൃക്ഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ തണൽ എനിക്കറിയാം എൻ്റെ കൂടെ ഇനിയുള്ള കാലങ്ങളിൽ പുതിയ അധ്യായം ഞാൻ വീണ്ടും ഇവിടെ തുറക്കുകയാണ്. മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോസ് മാസ്റ്ററേക്ക് വരാനുള്ള കാരണവും എൻ്റെ ഈ ഫ്രണ്ട്സ്, ആനന്ദിനെ പോലുള്ള, നവാസിനെ പോലുള്ള, ലൂസിഫറിനെ പോലുള്ള ഫ്രണ്ട്സുകളാണ്. ഇവരൊക്കെ നമ്മുടെ ഓട്ടക്കാർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നതും. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.